ദേ ഈ കാണിക്കുന്ന എണ്ണ ഭയങ്കര ഒരു മിറാക്കിളാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് വോള്യൂം വെച്ച പോലെ തോന്നും. ആന്നേ, നല്ല വണ്ണം വെച്ച പോലെ തോന്നും. ഇതൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു കൂട്ടാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു സീക്രട്ട് റെസിപ്പി അല്ല, ഫുഡല്ലല്ലോ അല്ലേ. ഇതൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആൻഡ് ഓക്കെ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഈവനിങ് ടു നൈറ്റ് ടൈം റൊട്ടീനാണ്. ഓൺലി ഞാൻ എൻ്റെ ഹെയർ കെയർ പ്ലസ് സ്കിൻ കെയർ മാത്രം ചെറുതായിട്ടേ കാണിക്കുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആൻഡ് ഈ ഒരു ഓയിൽ എനിക്ക് ഇടയ്ക്ക് മാത്രമേ കിട്ടാറുള്ളൂ കേട്ടോ. ഈ ഒരു സംഭവം കാച്ചിയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ തേച്ച് ഭയങ്കരമായിട്ട് മസാജ് ചെയ്യും. പക്ഷേ എന്താ ചെയ്യുക, ഡെലിവറിക്ക് ശേഷം ഇങ്ങനെ മുടി കൊഴിച്ചില്ല കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്താൽ അത്രയും നല്ലതാണ്. പക്ഷേ ഞാൻ ഡെയിലി ചെയ്യാറില്ല. ആൻഡ് അതിനുശേഷം ഫേസിന് ഒരു സൂതിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു പാക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ഫോളിയേഷൻ കൊടുക്കാൻ തോന്നി. കുറേ കാലമായിട്ടോ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറേ ഇല്ല. ബേബി വന്ന ശേഷം ഒട്ടും ചെയ്യാറില്ല. ആൻഡ് ഇന്ന് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് ഷൂട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ തക്കാളി എടുത്തു, അതിൽ കുറച്ച് ഷുഗർ ഇട്ടു. ഇതൊക്കെ ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. നല്ല ഗ്ലോയിങ് ആണ് കേട്ടോ. ചെയ്ത് നോക്കൂ ഒരു വട്ടമെങ്കിലും. നല്ല സ്കിന്നിന് ടൊമാറ്റോ യൂസ് ചെയ്ത അലർജി ഇല്ലാത്ത എല്ലാവർക്കും ഇത് സൂപ്പർ റിസൾട്ടാണ്. എനിക്കിത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഗ്ലോ കിട്ടും എൻ്റെ ഫേസിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം കൊണ്ടല്ല ഗ്ലോ കിട്ടുക, കുറേ ദിവസം യൂസ് ചെയ്യണം. പക്ഷേ നമുക്ക് നമ്മുടെ മോംസ് ഡ്യൂട്ടി എങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇനി ഞാൻ ട്രൈ ചെയ്യും എൻ്റെ സ്കിന്നും കൂടെ കെയർ ചെയ്യാൻ. അങ്ങനെ എല്ലാവരുടെയും തേച്ചിട്ട് ഇതിനെ സ്ക്രബ് ചെയ്തിട്ട് ഞാൻ എക്സ്ഫോളിയേറ്റ് ചെയ്തും. ആ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്ന സ്റ്റേജിൽ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫേസിൽ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തേച്ച് കുറേ നേരം തേക്കുന്നുണ്ടാവുന്നു. ഇതിൽ അധികം ഞാൻ കാണിച്ചിട്ടില്ല. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. ആൻഡ് അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ കുഞ്ഞു ഐബ്രോസും അവിടെയുള്ള ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം തോന്നി. എനിക്ക് ഒരുപാട് ഐബ്രോസ് ഇല്ലാത്ത ആളാണ് ഞാൻ. എന്നാലും ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാനൊന്ന് ഷേപ്പ് ചെയ്തു. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് കുളിച്ചു. ഭയങ്കര ഒരു ഫീലാട്ടോ. നമുക്ക് തന്നെ നമ്മുടെ ബോഡി, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഫേസ് ചെറുതായിട്ടൊന്ന് നമ്മളൊരു 10-15 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഡിഫറൻസാണ് ഫീൽ ചെയ്യുക. ഭയങ്കര ഒരു റിലാക്സേഷൻ തോന്നും എനിക്ക്. ഇതൊന്നും ഞാൻ സ്ഥിരം ചെയ്യാറില്ല, പക്ഷേ ഇന്ന് ഞാനത് ചെയ്തു. ഞാനതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു. ഭയങ്കര രസം. അതിനുശേഷം ഞാൻ എന്തായാലും എൻ്റെ ഫേസിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. നന്നായിട്ട് യൂസ് ചെയ്തു, നന്നായിട്ട് ആബ് ചെയ്ത് എല്ലാവിടെയും ആക്കി. വാവ്, സൂപ്പർ. ആൻഡ് ലിപ്സിൽ അപ്പം തന്നെ ഞാൻ ലിപ് ബാം അല്ലെങ്കിൽ നെയ്യ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. ഇത് രണ്ടും ഞാൻ എൻ്റെ കുളി കഴിഞ്ഞാൽ എൻ്റെ മസ്റ്റ്. വേറെ എന്ത് മറന്നാലും ഞാൻ ഈ മോയ്സ്ചറൈസറും ആൻഡ് ലിപ് ബാമും ഞാൻ മറക്കാറേ ഇല്ല. സ്ഥിരമായിട്ട് ചെയ്യണം കേട്ടോ ഈ 2 ഐറ്റംസ് മാത്രം. ഓക്കെ, ടാറ്റാ, ബൈ.